വെൽക്കം ടു ശിക്ഷക് മിത്ര. ഇന്ന് SCERT 9th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ചട്പട്ട ഓർ നാട്കട്ടിലെ പാർട്ട് 2 വീഡിയോ എക്സ്പ്ലനേഷനാണിത്. അതായത് ഫസ്റ്റ് പാർട്ട് 1 ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി എക്സ്പ്ലനേഷനാണ് ഇന്ന്. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. തുടർന്നുള്ള വീഡിയോസ് ലഭ്യമാകുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു നിർത്തിയത് എന്താണെന്ന് വെച്ചാൽ, നട്കട്ട് എന്ത് ചെയ്തു, ആ ഒരു നദിയുടെ കരയിൽ നിന്ന് കപ്പലുണ്ടാക്കി, കടലാസ് കപ്പലുണ്ടാക്കി ഇങ്ങനെ ഒഴുക്കി വിട്ടുകൊണ്ടിരുന്ന സമയത്ത് എന്ത് ചെയ്തു, ചട്പട്ട് അത് അവനെ നട്കട്ടിനെ കാണാതെ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവൻ അങ്ങനെ കൈകൊട്ടുന്ന ശബ്ദം കേട്ട് താഴെ നോക്കിയപ്പോൾ നദിക്കരയിൽ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവനെ വിളിച്ചിട്ട് നീ എന്താ അവിടെ ചെയ്യുന്നതെന്ന് ചട്പട്ട് ചോദിച്ചു അല്ലേ. അപ്പോൾ നട്കട്ട് ഞെട്ടി പെട്ടെന്ന് മുകളിലോട്ട് നോക്കിയിട്ട് അവൻ്റെ ബാഗ് എടുത്ത് പോകാനായിട്ട് ഇങ്ങനെ നിന്നതും എന്ത് ചെയ്തു, കാല് വഴുതി വെള്ളത്തിലേക്ക് വീണു, അങ്ങനെ ഒഴുകിപ്പോയി അല്ലേ. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. പിന്നെ ബാക്കി നോക്കാം. ചട്പട്ട് കോ തൈരന ആതാ ഥാ. ചട്പട്ടിന് നീന്താൻ അറിയാമായിരുന്നു അല്ലേ. നട്കട്ടിന് നീന്തൽ അറിയില്ല എന്ന് നമ്മൾ പറഞ്ഞു. ചട്പട്ടിന് പക്ഷെ എന്തറിയാം, നീന്താൻ അറിയാം. ഉസ്നെ चढ़ अपना बस्ता पेट से उतारकर पुल के मुंडर पर रखा और नदी में कूद पड़ा. അവൻ എന്ത് ചെയ്തു, ഉടൻ തന്നെ അപ്നാ ബസ്ത പീഡ് സെ ഉദാക്കർ, അവൻ്റെ മുതുകത്തുണ്ടായിരുന്ന ബാഗ് എന്ത് ചെയ്തു, ഇറക്കി പാലത്തിൻ്റെ പുൽക്കി മുണ്ടേർ पर रखा, അല്ലെ പാലത്തിൻ്റെ കൈവരിയിൽ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, അവൻ നദിയിലേക്ക് എടുത്ത് ചാടി. थोड़ी दूर तैरने के बाद ही उसने नटखट को पकड़ लिया और किनारे पर ले आया. കുറച്ച് ദൂരം എന്ത് ചെയ്തു, നീന്തിയ ശേഷം, തൈർന എന്ന് പറഞ്ഞാൽ എന്താണ്, നീന്തലാണ്. അപ്പോൾ കുറച്ച് ദൂരം നീന്തിയ ശേഷം അവൻ എന്ത് ചെയ്തു, നട്കട്ടിനെ പിടിക്കുകയും എന്ത് ചെയ്തു, കരയിലേക്ക് എന്ത് ചെയ്തു, കൊണ്ടുവരികയും ചെയ്തു. चटपट को इतना गुस्सा आ रहा था कि नटखट को 2 चापट लगाए, पर नटखट इतना डरा और घबराया हुआ ताकि उसे छोटे भाई पर प्यार आ गया. എന്ത് ചെയ്തു, നട്കട്ടിന് എന്ത് ചെയ്ത്, 2 അടി കൊടുക്കാനുള്ള ദേഷ്യം എന്ത് ചെയ്തു, ചട്പട്ടിന് ഉണ്ടായിരുന്നു. എങ്കിലും എന്ത് ചെയ്തു, അവൻ വളരെ ഭയപ്പെട്ടത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു, നട്കട്ട് വളരെ ഭയപ്പെട്ടു പോയിട്ടോ ഈ വെള്ളത്തിൽ വീണപ്പോഴത്തേക്ക്. അപ്പോൾ എന്ത് ചെയ്തു, ചട്പട്ടിന് ദേഷ്യം തോന്നി, അവന് 2 അടിയൊക്കെ കൊടുക്കണമെന്ന് തോന്നി. പക്ഷെ എന്ത് ചെയ്തു, അവൻ ഭയപ്പെട്ടിരിക്കുന്ന കണ്ടപ്പോൾ എന്ത് ചെയ്തു, അവനോട് ഒരു സ്നേഹം തോന്നി. അവൻ്റെ കുഞ്ഞനിയനല്ലേ, അപ്പം ദേഷ്യം വന്നെങ്കിലും അവൻ്റെ പേടി കണ്ടപ്പോൾ അവന് സ്നേഹം തോന്നി അവനോട്. उसने नटखट का हाथ पकड़े पकड़े उसका बस्ता उठाया और पुल तक पहुँच जाने वाली चटाई चटने लगा. എന്ത് ചെയ്തു, അവൻ നട്കട്ടിൻ്റെ കൈ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു, അവൻ്റെ ബാഗും കൂടെ എടുത്ത് എന്ത് ചെയ്തു, പാലത്തിലേക്ക് കയറാനായിട്ട് തുടങ്ങി. പുൽ पर पहुँचा ही था कि नटखट अचानक गला फाड़ कर रोने लगा. പാലത്തിലെത്തിയത് എന്ത് ചെയ്തു, നട്കട്ട് എന്ത് ചെയ്തു, പെട്ടെന്ന് ഉറക്കെ കരയാനായിട്ട് തുടങ്ങി. चटपट ने कहा, अब तो तुम जाने से बच गए हो, फिर क्यों रो रहे हो. അപ്പോൾ ചട്പട്ട് ഇത് കണ്ടിട്ട് നട്കട്ടിനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ നീ ഒഴുക്കിപ്പെടാതെ രക്ഷപ്പെട്ടില്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്. നട്കട്ട് ने रोते रोते कहा, तुम घर जाकर माम से मेरी शिकायत करोगे. അപ്പോൾ എന്ത് ചെയ്യാണ്, നട്കട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, നീ വീട്ടിൽ പോയി അമ്മയോട് എന്നെക്കുറിച്ച് പരാതി പറയില്ലേ, ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയില്ലേ എന്ന് നട്കട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചട്പട്ടിനോട് പറയുകയാണ്. അഗർണ കരും തോ ജോ കഹോ, ഞാൻ പരാതിപ്പെട്ടില്ലെങ്കിലോ, എന്നാൽ നീ പറയുന്നത് ഞാൻ അനുസരിക്കാം. നട്കട്ട്ക്ക് റോന ബന്ദ് ഹോ ഗയ. അപ്പോൾ എന്ത് ചെയ്തു, ചട്പട്ട് ഞാൻ പരാതിപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നട്കട്ട് പറയുന്നുണ്ട്, നീ എന്ത് ചെയ്യും, പറഞ്ഞില്ലെങ്കിൽ ഞാൻ നീ പറയുന്നത് എന്തും അനുസരിക്കാമെന്ന് നട്കട്ട് പറഞ്ഞു. അപ്പോൾ നട്കട്ട്ക്ക് റോന ബന്ദ് ഹോ ഗയ, നട്കട്ടിൻ്റെ കരച്ചിൽ എന്ത് ചെയ്തു, നിന്നു. മുझे കാഗസ് കെ നാവ ബനാന നഹി മാത, തും സിഖാ ദോഗേ. എന്ത് ചെയ്യാം, എനിക്ക് കടലാസ് തോണി ഉണ്ടാക്കാനായിട്ട് അറിയില്ല, നീ എനിക്ക് പഠിപ്പിച്ചു തരുമോ. അപ്പോൾ ഉസ്മേം ക്യാ ഹേ, ഉസ്മേം ക്യാ ഹേ, എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പഠിപ്പിച്ചു തരാം. എന്ത് ചെയ്യാണ്, നട്കട്ടിനോട് ചട്പട്ടാണ് ഈ ചോദിക്കുന്നത്, എനിക്ക് കടലാസ് തോണി ഉണ്ടാക്കാനായിട്ട് അറിയത്തില്ല, നീ എന്നെ പഠിപ്പിച്ചു തരുമോ എന്ന്. അപ്പോൾ നട്കട്ട് എന്ത് ചെയ്തു, കരച്ചിലൊക്കെ മാറ്റി വെച്ചിട്ട് പറയണം, അതിനെന്താ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരാം. നട്കട്ട് ഖുഷ് ഹോക്കർ ബോല, पर मुझे तैरना नहीं आता, तुम सिखा दोगे. അപ്പോൾ എന്ത് ചെയ്യുക, നട്കട്ട് സന്തോഷത്തോടെ എന്നിട്ട് പറയുകയാണ്, പക്ഷേ എനിക്ക് നീന്താൻ അറിയില്ല, നീ അത് എനിക്ക് പഠിപ്പിച്ചു തരുമോ എന്ന് തിരിച്ച് നട്കട്ട് ചോദിക്കുകയാണ്. ഉസ്മേം ക്യാ ഹേ, അതിനെന്താ, തീർച്ചയായും എന്ന് ചട്പട്ട് തിരികെ പറഞ്ഞു.
चटपट ने मुस्कुराते हुए नटखट के शब्दों की नकल की और दोनों भाई हंसे പടേ. ചട്പട് എന്ത് ചെയ്തു? ചിരിച്ചുകൊണ്ട് നട്ഖഡിനെ അനുകരിക്കുകയും ഇരുവരും എന്ത് ചെയ്തു? ചിരിക്കുകയും ചെയ്യുകയാണ്. लेकिन चटपट ने नटखट का बस्ता उड़े पकड़कर पुल के मुंडे पर से अपना बस्ता उठाया तो एकदम चिंतित होकर बोला. അപ്പോൾ എന്ത് ചെയ്തു? പക്ഷെ എന്ത് ചെയ്തു? ചട്പട് എന്ത് ചെയ്തു? ഇവൻ്റെ നട്ഖഡിൻ്റെ ബാഗ് എടുത്തിട്ട് ഇങ്ങനെ പോകാനായിട്ട് നിന്നപ്പോഴാണ് പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ആശങ്കയോടെ പറഞ്ഞു, अरे छोटे हम दोनों के कपड़े भीग गए हैं, हमें भीगे कपड़ों में देखा माँ पूछेंगे तो क्या कहेंगे. അയ്യോ എടാ എന്ത് ചെയ്തു? ചട്പട് പറയാണ് ആരോട്? നട്ഖഡിനോട്. അയ്യോ എടാ നമ്മുടെ രണ്ടുപേരുടെയും എന്ത് ചെയ്തു? വസ്ത്രങ്ങൾ നനഞ്ഞു പോയല്ലോ. നനഞ്ഞ വസ്ത്രങ്ങളിൽ നമ്മളെ കണ്ടാലായിട്ട് അമ്മ ചോദിക്കില്ലേ, നമ്മൾ എന്ത് പറയും? എന്ത് പറ്റിയതാണെന്ന് ചോദിക്കത്തില്ലേ? അപ്പോൾ നമ്മൾ എന്ത് പറയും എന്ന് ചട്പട് ഇങ്ങനെ ചോദിക്കുവാണ്. हाँ बड़े. अब नटखट ने एक पल सोचा और बोला, എന്താണ് ശരിയാണ് ചേട്ടാ, ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്താണ് നട്ഖഡ് കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ്, ആ ഓ ദൗഡ് ലഗാത്തെ ഹേ കപ്പടെ അപ്നെ ആപ്പ് സൂക്ക് ജായെങ്കിൽ. എന്ത് ചെയ്തു? നട്ഖഡ് ആലോചിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, നമുക്ക് ഓടാം, വസ്ത്രങ്ങൾ എന്ത് ചെയ്യാം, ഓടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? താനെ ഉണങ്ങിക്കോളും. हाँ यह ठीक है, चटपट ने अपना बस्ता पेट पर टांगते हुए कहा. അതെ അത് ശരിയാണ് എന്ന് എന്ത് ചെയ്തു? ചട്പട് ഇങ്ങനെ ബാഗ് ഇങ്ങനെ അവൻ്റെ മുതുകിലിട്ടുകൊണ്ട് പറയുകയാണ്, അത് ശരിയാണ്. नटखट ने भी अपना बस्ता पेट पर टांग लिया और चटपट के बराबर खड़े होकर दौड़ शुरू करने के अंदाज में बोला, एक दो तीन दोनों दौड़ पड़े. നട്ഖഡ് എന്ത് ചെയ്തു? ബാഗ് മുതുകിലിട്ടിട്ട് ചട്പടിനോടൊപ്പം തന്നെ നിന്നിട്ട് എന്ത് പറയാണ് 1 2 3 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഓടാനായിട്ട് തുടങ്ങി. ആകെ പീച്ചെ നഹി ഏക് ദൂസരേക്ക് ഹാത്ത് പകഡ് സാത്ത് സാത്ത്. മുന്നിലും പിന്നിലും അല്ലാതെ എങ്ങനെയാണ്? പരസ്പരം കൈപിടിച്ച് അവരെന്ത് ചെയ്തു? ഒരുമിച്ചോടി. അല്ലെങ്കിൽ അവർ നടന്നു പോകുമ്പോൾ എങ്ങനെയാണ്? ചട്പട് വളരെ വേഗത്തിൽ പോവുകയും നട്ഖഡ് പിന്നാലെ പതിയെ വരുകയും ചെയ്യും അല്ലേ? പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താ അവർ ചെയ്തത്? ഒരുമിച്ച് പിന്നിലും മുന്നിലും അല്ലാതെ ഒരുമിച്ച് അവർ കൈകോർത്ത് പിടിച്ച് ഓടാനായിട്ട് തുടങ്ങി. സർദിയാം അഭി ശുരു നഹി ഹുയി തി, മൗസം സാഫ് താ, ഷഡ്കീലി ധൂപ് നിക്കലി ഹുവാ തി. തണുപ്പ് കാലം. സർദിയാം അഭി ശുരു നഹി ഹുവാ തി അല്ലേ? തണുപ്പ് കാലം എന്ത് ചെയ്തിരുന്നില്ല? തുടങ്ങിയിരുന്നില്ല. മൗസം സാഫ് താ, ഷഡ്കീലി ധൂപ് നിക്കലി ഹുയി തി. നല്ല തെളിഞ്ഞ കാലാവസ്ഥയും അതുപോലെ തന്നെ എന്താണ്? നല്ല വെയിലും ഉണ്ടായിരുന്നു. दोनों भाई मज़े में दौड़ते चले गए. എന്ത് ചെയ്തു? രണ്ടുപേരും എന്ത് ചെയ്തു? രണ്ട് സഹോദരന്മാരും സന്തോഷത്തോടെ ഓടി. നാലാ പാർക്കിയ, അവരെന്ത് ചെയ്തു? തോട് മുറിച്ച് കടന്നു. ബാഗ് പാർക്കിയ, കേക്ക് പാർക്കിയ, ബർഗത് കൂപ്പി പീച്ചെ ചോട് ദിയ. എന്ത് ചെയ്തു? അവർ തോടും തോട്ടവും പാടവും കടന്ന് ആൽമരത്തെയും എന്ത് ചെയ്തു? പിന്നിലാക്കി. പീച്ചെ ചോട് ദിയ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? പിന്നിലാക്കുക. लेकिन पोकर तक पहुँचते दोनों थक गए और रुक गए. പക്ഷെ എന്ത് ചെയ്തു? എന്നാൽ കുളത്തിനടുത്ത് എത്തിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അവർ തളർന്നു നിന്നുപോയി. അവർ വരുന്ന വഴിക്കുള്ള എവിടെയൊക്കെ കടന്നുപോയി? തോട്ടവും ആൽമരവും പാടവും ഒക്കെ കടന്നു. പക്ഷെ എന്ത് ചെയ്തു? കുളത്തിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും എന്ത് ചെയ്തു? തളർന്നു പോയി അവർ. കപ്പടെ सूख गए छोटे, चटपट ने हाँफते हुए लेकिन खुश होते हुए कहा. വസ്ത്രങ്ങൾ ഉണങ്ങിയിടാന്ന് കിതച്ചുകൊണ്ട് എന്ത് ചെയ്തു? ചട്പട് എന്ത് ചെയ്തു? സന്തോഷത്തോടെ ആരോട് പറഞ്ഞു? നട്ഖഡിനോട് പറഞ്ഞു. हाँ बड़े वाकई कपड़े तो सूख गए, नटखट ने भी खुश होकर कहा. അതേ ചേട്ടാ, സത്യം, വസ്ത്രങ്ങൾ ഉണങ്ങി. നട്ഖഡും എന്ത് ചെയ്തു? സന്തോഷത്തോടെ പറഞ്ഞു. അടുത്ത പേജ് നോക്കി. തഭി നട്ഖഡ് കോ പോക്കർ കിനാരെ ഏക് ചിക്കനി ഗിട്ടി ദിഖായി പടി. അപ്പോൾ എന്ത് ചെയ്തു? കുളക്കരയിൽ കിടക്കുന്ന മിനുസമുള്ള ഒരു കല്ല് എന്ത് ചെയ്തു? നട്ഖഡിൻ്റെ ശ്രദ്ധയിൽ പെട്ടു. नटखट ने उसे उठा लिया और तिरछे होकर उसे इस तरह फेंको कि गिट्टी पानी की सतह पर उछलती हुई दूर तक चली गई. അവൻ എന്ത് ചെയ്തു? ആ കല്ലെടുത്തിട്ട് എന്ത് ചെയ്തു? എടുത്ത് ചരിഞ്ഞ് നിന്നുകൊണ്ട് എന്ത് ചെയ്തു? ആ ഒരു വെള്ളപ്പരപ്പിലൂടെ തുള്ളിച്ചാടി ദൂരേക്ക് പോകുന്ന രീതിയിൽ എന്ത് ചെയ്തു? ആ കല്ലിനെ എറിഞ്ഞു. ദേഖാ ദേഖി ചട്പട്ട് ने भी एक गिट्टी उठाकर फेंक दी. എന്ത് ചെയ്തു? ഇത് കണ്ട് എന്ത് ചെയ്തു? ചട്പട്ടും ഒരു കല്ലെടുത്ത് എറിഞ്ഞു. ലേക്കിൻ ഉസ്കി ഗിട്ടി ഏകദം പാനി മേ ഗുഡ് ഹോ ഗയി. പക്ഷെ എന്ത് ചെയ്തു? അവൻ്റെ കല്ല് പെട്ടെന്ന് എന്ത് ചെയ്തു? വെള്ളത്തിൽ നേരെ അങ്ങ് താഴ്ന്നു പോയി. ബഡേ തുമക്കോ ഗിട്ടി പൈരാന നഹി ആത്താ.
ചേട്ടാ നിനക്ക് കല്ല് തുള്ളിച്ചാടിക്കാൻ ഇങ്ങനെ അറിയില്ലേ എന്ന് ആര് ചോദിക്കുവാണ്? നട്കഡ് ചട്പടിനോട് ചോദിക്കുവാണ്. ഹാ ചോട്ടെ തും സിഖാ സക്തേ ഹോ. അതേടാ എനിക്ക് എന്ത് ചെയ്യാൻ അറിയത്തില്ല, നീ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ആര് പറയുകയാണ്? ചട്പട് നട്കഡിനോട് പറയുകയാണ്. ക്യോ നഹീം അഭി ലോ, എന്തുകൊണ്ട് പറ്റില്ല, ഇത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? നട്കഡിനെ ധ്യാൻ സെ നീച്ചെ ദേക്കറെ ഗിട്ടി ഉഠായി और ചട്പട് കോ ദിഖാത്തെ ഹുയെ ബോല. എന്നിട്ട് എന്ത് ചെയ്തു? നട്കഡ് താഴേക്ക് ശ്രദ്ധയോടെ നോക്കി ഒരു കല്ലെടുത്തിട്ട് ചട്പടിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഗിട്ടി ഐസി ലോ ജോ ജ്യാദാ ഭാരി ഔർ ഖുർദൂരി ന ഹോ. എന്ത് ചെയ്തു? കൂടുതൽ ഭാരമുള്ളതും പരുക്കനുമില്ലാത്ത ഒരു മിനുസമുള്ള കല്ല് തിരഞ്ഞെടുക്കുമെന്ന് ആര് പറയുകയാണ്? നട്കഡ് ചട്പടിനോട് പറയാണ്. ഹൽക്കി ഓർ ചിക്കനി ഹോ ഓർ ഉസേ ഇസ് തരക് ഫേങ്കോ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതുപോലെ ഇങ്ങനെ എറിയൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുകയാണ്. ലേക്കിൻ അബ് തക് ചട്പട് കാ ധ്യാൻ ബാൺ ചുക്കാ ഥാ. പക്ഷേ എന്താണ്, അവൻ ഈ ചട്പട് എന്ത് ചെയ്യുക? നട്കഡ് പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ എന്ത് ചെയ്യാണ്? ഇതിനകം തന്നെ എന്ത് ചെയ്തു? അവൻ്റെ ശ്രദ്ധ മാറിപ്പോയിരുന്നു. അവൻ എവിടെയാണ് നോക്കുന്നത്? വഹ പോക്കർ കെ പാനി കി തൈർത്തി ബത്തക്കോം കോ ധ്യാൻ സെ ദേഖ് രഹാ ഥാ. അവൻ എവിടെ ശ്രദ്ധിച്ച് നിൽക്കുവാണ്? കുളത്തിലെ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി നടക്കുന്ന താറാവുകളെ എന്ത് ചെയ്യാണ്? ഇങ്ങനെ ശ്രദ്ധയോടെ നോക്കുമായിരുന്നു. അപ്പോൾ എന്താണ്, ഇത്രയാണ് ഈ ഒരു കഹാനി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ലാസ്റ്റ് എൻഡിങ്ങിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താ? ഈ നട്കഡ് കുസൃതിയാണെങ്കിൽ അവൻ എന്താണ്, ഇവൻ ഇങ്ങനെ വരുന്ന വഴിക്ക് ഇതെല്ലാം ചെയ്ത് പതിയെ പതിയെ വരുന്നവനല്ലേ അല്ലേ? അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു? അവൻ ഇതൊക്കെ ശ്രദ്ധിച്ച് പ്രകൃതിയൊക്കെ ശ്രദ്ധിച്ചു ഇങ്ങനെ നടക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അവനിപ്പോൾ കല്ലെടുത്ത് എറിയുന്ന രീതിയൊക്കെ പറഞ്ഞു കൊടുത്തില്ല. അവൻ ഈ വരുന്ന വഴിക്ക് ഇതെല്ലാം ചെയ്തിങ്ങനെ വരുവാണല്ലേ. ചട്പട് പക്ഷേ ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവൻ എന്താണ്, ആശ്ചര്യത്തോടെ ഇതൊക്കെ നോക്കി കാണുവാണ്. ഈ വെള്ളത്തിലൂടെ നീന്തി നടക്കുന്ന താറാവിനെയൊക്കെ അവൻ എന്ത് ചെയ്തു? അപ്പോഴാണ് അവനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു കഥ എൻഡ് ചെയ്യുന്നത്, അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു കഥയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ് നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.